കോൺഗ്രസ്സുകാർക്കിപ്പോൾ വലിയൊരു അമിത പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. കാരണം ഈ അധികാരം കൈയെത്തും ദൂരത്താണ് എന്നുള്ളതാണ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനനുസരിച്ച് കോൺഗ്രസ്സുകാരുടെ ഈ അമിത പ്രതീക്ഷ എങ്ങനെ വളർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. കാരണം BJP കേരളത്തിൽ നല്ല ഇടം പിടിക്കുന്നു എന്നുള്ള കാര്യം കൂടി അവർ ഓർത്തിരിക്കണം. ആ അവസരത്തിൽ ഈ അമിത പ്രതീക്ഷ എത്രത്തോളം വകയുണ്ട്, കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് മണ്ഡലത്തിൽ മത്സരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ സ്വയം തീർച്ചപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ജയിച്ചു വന്നാൽ വകുപ്പ് ഏത് കിട്ടും, ഏത് മന്ത്രി ആകാൻ കഴിയും എന്ന് വരെ കോൺഗ്രസിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഘടകകക്ഷികൾ ഏതെല്ലാം ഉണ്ട്, ഘടകകക്ഷികൾക്കൊക്കെ ഏതൊക്കെ വകുപ്പായിരിക്കും വിഭജിച്ചു കൊടുക്കുക, ഇതൊക്കെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം വളരെ നേരത്തെ പ്ലാൻ ചെയ്യുമല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി ആകണമെന്ന് ആര് എന്നുള്ളത് വരെ തീർച്ചപ്പെടുത്തും. എന്നാലും ഇപ്പോൾ പൊതുവെ രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് UDF അധികാരത്തിൽ വരും എന്നുള്ളതാണ്. കാരണം LDFന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റു പലവിധ കാരണങ്ങളാൽ. ആരോഗ്യ രംഗമാണ് ഏറ്റവും കൂടുതൽ കളങ്കമുണ്ടാക്കിയത്. അതിനോടൊപ്പം തന്നെ പിണറായി വിജയന്റെ ഒരു ധാർഷ്ട്യവും ഏകഛത്രാധിപതി ഭരണവുമൊക്കെ. ഈ ഒരു സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് മുതലാക്കിക്കൊണ്ട് UDFന് അധികാരത്തിൽ വരാം എന്നുള്ള കണക്കുകൂട്ടലാണ്. പക്ഷെ വിചാരിക്കുന്നത്ര സീറ്റ് അവർക്ക് നേടാൻ കഴിയില്ല. ഇപ്പോൾ 100 സീറ്റൊക്കെ VD സതീശൻ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ 100 വേണ്ട 98 വാങ്ങിക്ക്, അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെയാണല്ലോ അദ്ദേഹം പറയുന്നത്. VD സതീശനെ നിയമസഭ കാണിക്കില്ല എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, UDF അധികാരത്തിൽ വരുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവർ തന്നെ തീർച്ചപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് കോൺഗ്രസിൽ നിന്ന് ആരെല്ലാം മന്ത്രിമാരാകണം, ഘടകകക്ഷികളിൽ നിന്ന് ആരൊക്കെയായിരിക്കും മന്ത്രിമാരാകാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് മുൻപ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലീഗിനാണെന്നുണ്ടെങ്കിൽ 5 മന്ത്രിമാർ കാണും, കൂടാതെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഉണ്ടാവും. ചിലപ്പോൾ ലീഗ് ഘടകകക്ഷികൾക്ക് വേണ്ടി ഇപ്പോൾ വഴങ്ങിക്കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അവർ 5 മന്ത്രി എന്നുള്ളതിൽ ഒന്ന് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം കൂടുതൽ ഘടകകക്ഷികളെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ പോവുകയാണ്. ചേർത്ത് കൊണ്ടുവരുമ്പോൾ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണമല്ലോ. LDFലെ ഒറ്റയാൾ പട്ടാളങ്ങളായിട്ട് നിൽക്കുന്നവരുണ്ട്. അവരിവിടേക്ക് വരുമ്പോൾ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം. അപ്പോൾ 21 അംഗ മന്ത്രിസഭയാണ് എപ്പോഴും, മുഖ്യമന്ത്രി ഉൾപ്പെടെ. ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ, VD സതീശന്റെ പേരാണിപ്പോൾ ഉയർത്തി കാണിക്കുന്നത്. പക്ഷേ കോൺഗ്രസിലെ VD സതീശൻ മാത്രമല്ല, രമേശ് ചെന്നിത്തലയുണ്ട്, K സുധാകരനുണ്ട്, K മുരളീധരൻ. എന്താണ് കുഴപ്പം? ഇനി ഇതൊന്നുമല്ലാതെ നമ്മുടെ ഹൈക്കമാൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കെട്ടിയിറക്കുന്ന KC വേണുഗോപാൽ ആയിരിക്കും ഇവരെല്ലാം മാറ്റി നിർത്തിയിട്ട് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. എന്തായാലും VD സതീശൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെ VD സതീശനേക്കാൾ വളരെ മുതിർന്ന രമേശ് ചെന്നിത്തല മറ്റൊരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ടിരിക്കുമോ എന്നുള്ളതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് അത്രത്തോളം പരിചയസമ്പന്നനാണ്. അങ്ങനെയുള്ള മുൻപും മന്ത്രിയായിരുന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ, കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി അടുത്ത തവണ 2031 ആകുമ്പോഴത്തേക്ക് കോൺഗ്രസ് ഉണ്ടോ UDF ഉണ്ടോ എന്നുള്ളത് കണ്ടറിയണം. അപ്പോഴത്തേക്ക് അഥവാ ഉണ്ടെങ്കിൽ തന്നെയും രമേശ് ചെന്നിത്തല വിരമിക്കൽ പ്രായം കടക്കുകയും ചെയ്യും. അപ്പോൾ ഉള്ള അവസരം എന്ന് പറയുന്നത് ഇതാണ്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനം അതിപ്രധാനമായിട്ടുള്ളതായിരിക്കും. ഒരു വകുപ്പ് കൈകാര്യം ചെയ്ത് അദ്ദേഹം ഇരിക്കില്ല. ആഭ്യന്തര വകുപ്പാണെന്ന് പറഞ്ഞാൽ പോലും കൈകാര്യം ചെയ്തിരിക്കില്ല. ഇനി അങ്ങോട്ട് നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ മന്ത്രി പട്ടികയിൽ വരാവുന്നത് കോൺഗ്രസിലെ ഘടകകക്ഷികളിൽ വരികയാണെങ്കിൽ ഇപ്പൊ CMB ഉണ്ട്, RMPക്ക് കൊടുക്കണം, KK രമ
UDF-ന്റെ ഘടകകക്ഷി അല്ല എങ്കിൽ പോലും അസോസിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ KK രമ ഒരു മന്ത്രിയാകും. അതുപോലെ തന്നെ RSPയിൽ നിന്ന് ഷിബു ബേബി ജോൺ മന്ത്രിയാകും. ഇനി കോൺഗ്രസിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ അദ്ദേഹം മലബാർ ബെൽറ്റിൽ നിന്നുള്ള ഒരാളാണ്. 2011-ലും 2016-ലും 2021-ലും പേരാവൂരിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള സണ്ണി ജോസഫ് തീർച്ചയായിട്ടും പ്രധാന വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയായിരിക്കും. പിന്നീട് വരുന്നത് KPCCയുടെ അച്ചടക്ക സമിതി ചെയർമാനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി പദവിയിലേക്കായിരിക്കും അദ്ദേഹം വരാൻ പോകുന്നത്. മറ്റൊന്ന് വണ്ടൂരിൽ നിന്ന്, അത് സംവരണ മണ്ഡലമാണ്, വണ്ടൂരിൽ നിന്ന് ജയിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ UDF അധികാരത്തിൽ വരുമ്പോൾ അനിൽകുമാറിനെ ആയിരിക്കും അനിൽകുമാർ ഒരു മന്ത്രിയായിരിക്കും. അനിൽകുമാർ മുൻ മന്ത്രിയാണ്. അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗത്തിന്റെ ഒരു പ്രതിനിധി കൂടിയാണ്. കൂടാതെ KC വേണുഗോപാലിന്റെ വിശ്വസ്തൻ കൂടിയാണ്. ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മന്ത്രിയായിരിക്കും. പിന്നീട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാൾ അടൂർ പ്രകാശാണ്. കോൺഗ്രസിന്റെ ഈ ചില കുഴപ്പങ്ങൾ കൊണ്ട് കൈവിട്ടുപോയ ഒരു മണ്ഡലമാണ് കോന്നിയിൽ നല്ല രീതിയിൽ അവിടെ ഒരു MLA എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു അടൂർ പ്രകാശ്. ഉടനെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് 2019 ആറ്റിങ്ങൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് അദ്ദേഹം ജയിച്ചു. പക്ഷെ കോന്നി മണ്ഡലം UDF-ന്റെ കയ്യിൽ നിന്ന് പോയി, CPM-ന്റെ കയ്യിലായി, ജനീഷ് കുമാറിന്റെ കയ്യിലായി. പിന്നീട് 21-ല് തുടർച്ചയായി വിജയിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് വട്ടിയൂർക്കാവിലും ഉണ്ടായത്. VK പ്രശാന്ത് ജയിച്ചു വന്നത്, മുരളീധരനെ വടകരയിലേക്ക് കൊണ്ടുപോയപ്പോൾ. ഇത് കോൺഗ്രസിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. അപ്പൊ ഇവർക്ക് അടൂർ പ്രകാശിനെ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ട്. കാരണം അടൂർ പ്രകാശിനെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളാപ്പള്ളി വാളെടുക്കും. കാരണം ഈഴവ പ്രാതിനിധ്യം കുറവാണ് UDF-ല്. തൃപ്പൂണിത്തുറയിൽ നിന്ന് K ബാബു മാത്രമാണ് ഉള്ളത്. K ബാബു അടുത്ത തവണ ഒന്നും മത്സര രംഗത്തേക്ക് വരില്ല. അപ്പോൾ അടൂർ പ്രകാശ് 2004, 2006-ലും 2011, 2016-ലും മന്ത്രിയായിരുന്നിട്ടുള്ള ആളാണ്. റവന്യൂ മന്ത്രിയായിരുന്നിട്ടും നല്ല വിജയവുമായിരുന്നു. അടൂർ പ്രകാശിനെ തിരികെ കൊണ്ടുവന്ന് കോന്നി പിടിക്കുക. പത്തനംതിട്ട ജില്ലയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ UDF-ന് ഒരു സീറ്റുമില്ലെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ് കോന്നി. അവർ ചിലരെ ഇവിടെ നിന്ന് ഒതുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് 2019-ൽ രാഹുൽ ഗാന്ധി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും. അപ്പോൾ ദേശീയ തലത്തിൽ എന്തെങ്കിലും സഹമന്ത്രി എന്നുള്ള സ്ഥാനവും ഒക്കെ പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോയതാണ്. അങ്ങനെ ഒന്നുമില്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കോൺഗ്രസ് നീങ്ങിയത്. അപ്പോൾ അടൂർ പ്രകാശിനെ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരും. കൂടാതെ സിദ്ദിഖ് ആയിരിക്കും. സിദ്ദിഖ് വയനാട് ജില്ലയിലെ കൽപ്പറ്റയെ പ്രതിനിധീകരിക്കുന്ന MLA ആണ്. സിദ്ദിഖിന് ഈ കോൺഗ്രസിലുള്ള ഒരു മുസ്ലിം മുഖമാണ് സിദ്ദിഖ്. ഇതുപോലെ കോൺഗ്രസിലുള്ള ഒരു മുസ്ലിം മുഖമായിരുന്നു ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹത്തിന് ഒരു വലിയ മതേതര സ്വഭാവം ഉണ്ടായിരുന്നു. ലീഗുമായിട്ട് എപ്പോഴും അദ്ദേഹം ഉടക്ക് തന്നെ ആയിരുന്നു. ലീഗിനെ അദ്ദേഹം വകവയ്ക്കില്ല, ലീഗിനെ നന്നായ രീതിയിൽ വിമർശിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ആര്യാടൻ കോൺഗ്രസ് മന്ത്രിസഭയിലെ ഒരു വലിയ സമുന്നതനായ മന്ത്രി തന്നെ ആയിരുന്നു, നേതാവുമായിരുന്നു. അപ്പോൾ സിദ്ദിഖ് 2021-ലാണ് ആദ്യം നിയമസഭയിൽ എത്തുന്നത്. ഈ കോൺഗ്രസിലെ ഒരു മുസ്ലിം മുഖമായതുകൊണ്ടുകൂടി അത്തരത്തിലൊരു പരിഗണന ലഭിക്കും. സിദ്ദിഖും മന്ത്രി പട്ടികയിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ പോവുകയാണ് കോൺഗ്രസിന്റെ. പക്ഷേ കോൺഗ്രസിൽ മന്ത്രിമാരാകാൻ ഇനി ഇതിലും കൂടുതൽ കാമുകന്മാരങ്ങനെ നിൽക്കുകയാണ്. ഇത് അതിൻ്റെ ഒരു മുതിർന്നവരും അതുപോലെ പരിചയസമ്പന്നതയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പേരുടെ ഒരു പട്ടിക തന്നെ കോൺഗ്രസ് രൂപം കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.